എന്നെ കാണാൻ പറ്റുന്നില്ല അല്ലേ? ഗുഡ് ഈവനിങ് മാറ്റിനി കാണാം. വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ മ്യൂസിക് ഡേയുടെ ദിവസമാണ്. വളരെ പ്രത്യേകതയുള്ള ദിവസമാണെന്ന്. ഇന്ന് മാതൃദിനമാണ്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ഓർമ്മകളെ നിലനിൽക്കുന്ന നമ്മുടെ അമ്മയുടെ ഓർമ്മകളെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാട്ടുകളെല്ലാം ഓർക്കാം, കേൾക്കാം. ഇതിനു മുമ്പ് ജോസഫ് ജോൺ സാറിൽ നിന്ന് മാതൃദിനത്തെക്കുറിച്ചുള്ള സാറിൻ്റെ ഓർമ്മപ്പെടുത്തലുകളെല്ലാം കേട്ട് സോ നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജോസഫ് സാർ യു ആർ വെൽക്കം. സാറിനെ കാണുന്നില്ലല്ലോ. സാറേ, ലാപ്പില് നെറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ മൊബൈലില് ഓണല്ലല്ലോ, കാണുന്നില്ലല്ലോ. അതെ, ലാപ്പ് ഓഫ് ആയിപ്പോയി. ഓഫല്ല, മറ്റേ നെറ്റ് ഇല്ല. അല്ല, ഇപ്പൊ സാർ ഇപ്പൊ മൊബൈലിലല്ലേ കയറിയിരിക്കുന്നത്. അതിന്റെ വീഡിയോ ഓൺ ചെയ്യും. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്തു. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റും. ആ, കാണാമല്ലോ. ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ നമുക്ക് മറ്റൊരു ദിനം കൂടി ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ അനുഗ്രഹം തന്ന സർവേശ്വരനെ നമിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. പാട്ടുവിശേഷം ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. ഓരോ ദിവസവും നമ്മൾ പാട്ടുവിശേഷത്തിലൂടെ, ഓരോ ആഴ്ചയും നമ്മൾ പാട്ടുവിശേഷത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഈ ലോകം ഇന്ന് ആഘോഷിക്കുന്ന ഇന്റർനാഷണൽ മദേഴ്സ് ഡേ, അത് നമുക്ക് കാണാതെ പോകാൻ വയ്യ. എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ടക്ഷരം ചേർന്നുള്ള വാക്കാണ് അമ്മ. അല്ലെ, അമ്മയൊരു സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല. അമ്മയൊരു വികാരമാണ് മനുഷ്യർക്കെല്ലാം. അമ്മയില്ലെങ്കിൽ നമ്മളില്ലല്ലോ. പ്രിയമുള്ളവരെ, ഇന്ന് മെയ് 11. എല്ലാ വർഷവും മെയ് മാസം 2ാമത്തെ ഞായറാഴ്ചയാണ് മദേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. നമുക്കറിയാം, ഒരു വർഷത്തിൽ എത്ര ദിവസമാണുള്ളത്? 365 അല്ലേ? കൂടി വന്നാൽ ലീപ്പ് ഇയർ ആണെങ്കിൽ 366. ഇതിലെല്ലാം ദിവസങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും ഓരോ പ്രത്യേക ആഘോഷങ്ങൾക്കോ അനുസ്മരണങ്ങൾക്കോ ആരെങ്കിലും ആദരിക്കുന്നതിന് വേണ്ടിയോ മാറ്റിവെക്കുന്നു. അങ്ങനെ മുദ്ര കുത്തി മാറ്റിവെക്കപ്പെട്ട ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാം മദേഴ്സ് ഡേ എന്നാണ്. ഓരോ ഓരോ വർഷവും അത് മാറി മാറി വരാം. കാരണം ഇന്ന് മെയ് 11, ചിലപ്പോൾ 12 ആകും. 2ാമത്തെ ഞായറാഴ്ച എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എന്താണ് ഇന്റർനാഷണൽ ഫാദേഴ്സ് ഡേ എന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അമ്മയെപ്പോലെ തന്നെ, അമ്മ കഴിഞ്ഞേ ഉള്ളൂ അച്ഛൻ എന്ന് പറയാറുണ്ടെങ്കിലും മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിലെ ഗണന. മാതാപിതാ, അത് കഴിഞ്ഞ് ഗുരു, കഴിഞ്ഞിട്ട് ദൈവം. അപ്പോൾ അമ്മയ്ക്കുള്ള സ്ഥാനം നമ്പർ 1 ആണ്. അച്ഛന്റെ ദിവസം എന്നാണെന്നറിയാമോ? ഫാദേഴ്സ് ഡേ, ദാറ്റ് ഈസ് ജൂൺ 15. എല്ലാ ജൂണിലും 3ാമത്തെ സൺഡേ, ജൂണിലെ 3ാമത്തെ സൺഡേ ആണ്. അത് ഈ പറഞ്ഞ പോലെ സൺഡേ ആയതുകൊണ്ട് ചിലപ്പോൾ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് നമുക്ക് അതിന്റെ തിരിച്ചു വരാം. അങ്ങനെ ഓരോ ദിവസങ്ങൾക്ക് പ്രത്യേകത. ലോക സംഗീത ദിവസമുണ്ട്, അൽഷമീസ് ദിവസമുണ്ട്, ചിൽഡ്രൻസ് ഡേ ഉണ്ട്, ഫാദേഴ്സ് ഡേ ഉണ്ട്, സൺസ് ഡേ ഉണ്ട്, ഡോട്ടേഴ്സ് ഡേ ഉണ്ട്. ഇതെല്ലാം എന്തിനാണ്? ഈ ഒരു ദിവസം നമ്മൾ ഓർക്കുന്നതിന് വേണ്ടി മാത്രമല്ല. ഒരു ദിവസം മാത്രം ഓർത്താൽ മതിയോ ഈ കാര്യങ്ങൾ? പോരാ. പക്ഷേ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്.
അമ്മ എന്ന് പറയുന്ന ഒരു വിഗ്രഹം നമുക്ക് തരുന്ന കുറേ സന്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തായാലും അതിന്റെ ആ ഒരു സന്ദേശം നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ഈ ദിനാചരണത്തിന്റെ പ്രത്യേകത എന്ന് പറയാം. അമ്മ എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. എന്തുകൊണ്ടാണ്? അമ്മയാണ് നമുക്ക് ഈ ശരീരം പകുത്തു നൽകിയത് അല്ലെ? അമ്മയുടെ മജ്ജയും മാംസവും രക്തവും അതുപോലെ തന്നെ ശ്വാസം പോലും, ആദ്യത്തെ ശ്വാസം അമ്മയുടെ ഹൃദയത്തുടിപ്പിന്റെ സമയങ്ങളാണ്, നിമിഷങ്ങളാണ്. ശ്വാസം എടുത്തെടുത്തെടുത്ത് പിന്നെ ഒരു സ്റ്റേബിൾ ആകുന്നത് വരെ അവർക്ക് സമാധാനം ഉണ്ടാവില്ല അല്ലെ? അങ്ങനെ നമുക്ക് സ്റ്റേബിൾ ആക്കി തന്ന ശ്വാസവും നമുക്ക് സ്റ്റേബിൾ ആക്കി തന്ന ആരോഗ്യവും നമ്മുടെ വികാരങ്ങളും ചിന്തകളും എല്ലാമാണ് നമ്മളാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയെ നമുക്ക് നമ്മളിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അമ്മ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റും. തൻ്റെ ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, ഇഷ്ടങ്ങൾ മാത്രമല്ല തൻ്റെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും പോലും ഉപേക്ഷിച്ചുകൊണ്ട്, മാറ്റിവെച്ചുകൊണ്ട് മക്കളെ പരിചരിക്കുന്ന അമ്മയുടെ സ്നേഹം, അത് ഈ ഒരു ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഒരായുസ് മുഴുവൻ മാത്രമല്ല, അമ്മ കടന്നു പോയാലും ആ സ്വാധീനം, ആ സാമീപ്യം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോ അത്രമാത്രം നമ്മളെ സ്നേഹിച്ചൊക്കെ താലോലിച്ച് വളർത്തിയ അമ്മയോട് നമുക്ക് ഒരു കടപ്പാടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. മദറിങ് സൺഡേ എന്നായിരുന്നു ആദ്യത്തേത്. അതാണ് പിന്നെ ഇന്റർനാഷണൽ മദേഴ്സ് ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ആഘോഷിക്കാൻ തുടങ്ങി. അമ്മമാരെ ആദരിക്കുക, അമ്മമാരുടെ സേവനങ്ങളെ നമ്മൾ ഓർക്കുക, അമ്മയുടെ സ്ഥാനത്തുള്ളവരെ, അമ്മ മാത്രമല്ല അമ്മയുടെ സ്ഥാനത്ത് ആ ദൗത്യം നിർവഹിക്കുന്നവരെയും ആദരിക്കേണ്ട ദിവസമാണ് മദേഴ്സ് ഡേ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? ബി ഇൻ ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. അമ്മയോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ വഴിതെറ്റി പോവില്ല, നമ്മുടെ കാഴ്ചപ്പാട് മാറും. ആരെയും ആ ഒരു വാല്യൂ കൊടുത്ത്, റെസ്പെക്റ്റ് കൊടുത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തില് അമ്മമാരുടെ സേവനം, അമ്മമാർ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടുള്ള ഗുണം ലോകത്തെ തന്നെ നല്ല വഴിയിൽ നയിക്കും. അത് അമ്മമാരും മനസ്സിലാക്കേണ്ടതാണെന്ന് ഇപ്പോഴത്തെ കാലത്തെ അമ്മമാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയേണ്ടിയിരിക്കും. സോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. ഒരു ജൂയിഷ് സേയിങ് ഉണ്ട്, ഗോഡ് കുഡ് നോട്ട് ബി എവരിവെയർ ആൻഡ് ദെയർഫോർ ഹി മെയ്ഡ് മദേഴ്സ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഒരുക്കി. എന്നിട്ട് ദൈവത്തിന് എല്ലായിടത്തും പോയിരിക്കാൻ, എല്ലായിടത്തും ആ ഒരു സാമീപ്യം കൊടുക്കാനോ അല്ലെങ്കിൽ പരിചരിക്കാനോ പറ്റും. സോ ഗോഡ് ക്രിയേറ്റഡ്, therefore he made or created mothers. അതോവയല്ല, മദർ എന്നുള്ള ഒരു സ്ഥാനം അത് നൽകി എന്നാണ് പറയുക. എന്തിനു വേണ്ടി? ദൈവത്തിന് എല്ലായിടത്തും ആയിരിക്കാൻ പറ്റാത്തത് കൊണ്ട്, എല്ലാവരെയും നോക്കാൻ പറ്റാത്തതുകൊണ്ട്. All that I am or hope to be, I owe to my angel mother. അബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ്. ഞാൻ എന്തായിരിക്കുന്നു, all that I am or hope to be, ഞാൻ എന്തായിരിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, അതിനെല്ലാം ഞാൻ അമ്മയോട്, അമ്മ എന്ന മാലാഖയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഐ ഓ ടു മൈ ഏഞ്ചൽ മദർ. അമ്മയുടെ സ്നേഹം എന്ന് തുടങ്ങിയ, നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങിയതല്ല അമ്മയുടെ സ്നേഹം. ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ സ്നേഹവും കരുതലും ഒരു കുഞ്ഞില് ഉണ്ടായിരുന്നു, അല്ലെ? ഗർഭപാത്രത്തിലായിരിക്കുന്ന അവസരത്തിൽ പോലും എത്ര ശ്രദ്ധയോടെയാണ് അവരോരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. എൻ്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ ഓർത്ത് എന്തെല്ലാം ശ്രദ്ധയോടുകൂടി, എന്തെല്ലാം ഉപേക്ഷിച്ച്, എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച്, എന്തെല്ലാം ആവശ്യങ്ങൾ വേണ്ടെന്ന് വെച്ച്
കുഞ്ഞിന് വേണ്ടി കരുതുന്ന അമ്മയുടെ സ്നേഹം അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശ്രീകുമാരൻ തമ്പിസാർ ചോദിച്ചത്, അമ്മയതല്ലാതൊരു ദൈവമുണ്ട്, അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ. കാലം നമ്മൾ പാട്ടിലേക്ക് പിന്നെ വരാം. അമ്മ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. ഫണ്ടമെന്റൽ ലൈഫ് സ്കിൽസ് എല്ലാം നമ്മൾ പഠിക്കുന്നത് അമ്മയിൽ നിന്നാണ്. ലൈഫ് ലെസൺസ് പഠിക്കുന്നത് അമ്മയിൽ. കൈൻഡ്നെസ്, കരുണയുണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എമ്പതി, ഇതൊക്കെ അമ്മ ചെയ്യുന്നത് കണ്ട് പഠിക്കുകയാണ് കുഞ്ഞുങ്ങൾ. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരും സഹാനുഭൂതിയോടുകൂടി പെരുമാറാനും ഒക്കെ. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, അമ്മ എടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. സെൽഫ് സഫിഷ്യൻസി, അമ്മ എടുക്കുന്ന തൻ്റെ സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ശൈലി കണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുക. സ്വയം സംരക്ഷിക്കാനും മറ്റുള്ളവരെ സംരക്ഷിക്കാനുമുള്ള ഒരു കഴിവ്, അത് അമ്മയിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. റെസിലിയൻസ്, ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരിക. പിന്നെ പെർസിവിയറൻസ്, ഷേപ്പിംഗ് അവർ വാല്യൂസ് ആൻഡ് ക്യാരക്ടർ, നമ്മുടെ സ്വഭാവവും നമ്മുടെ മൂല്യങ്ങളും ഒക്കെ ഷേപ്പ് ചെയ്തത് അമ്മയെ കണ്ടു പഠിച്ചാണ്, അമ്മയിൽ നിന്ന് പഠിച്ചാണ്. അച്ഛനും അതിൻ്റെ ഒരു സാന്നിധ്യമാണ് എങ്കിൽ കൂടി അമ്മയാണ് നമ്പർ 1 പ്രയോറിറ്റി. അപ്പോൾ അമ്മ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുക. കെയറിങ് ഫോർ അതേഴ്സ്, പേഷ്യൻസ്, ഇത്രയും സഹാനുഭൂതിയുള്ള ക്ഷമയുള്ള, പേഷ്യൻസ്, ക്ഷമയുള്ള വ്യക്തി അമ്മയെക്കാൾ വേറെ ആരുമില്ല എന്ന് നമുക്ക് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനെ തരണം ചെയ്യേണ്ടത്. ഞാൻ ഓർക്കുന്നത്, എൻ്റെ അമ്മയുടെ അമ്മ മരിക്കുമ്പോൾ ഞാനും എൻ്റെ വേറെ ഒരു സഹോദരനും സഹോദരിയോ മറ്റോ അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആ ഒരു സന്ദർഭത്തിൽ സ്വയം ആ ഒരു സിറ്റുവേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആ ഒരു അമ്മയെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. 6 or 7 വയസ്സുള്ള ഒരു കുട്ടിയായി ഞാനത് കാണുകയാണ്. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനെയും അമ്മ വളരെ സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത് കണ്ടത് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുകയാണ്. അപ്പോൾ അമ്മയിൽ നിന്ന് എത്രയോ പാഠങ്ങളാണ് നമ്മൾ പഠിക്കുക. ക്ഷമിക്കാനുള്ള കഴിവ്, ഹാർഡ് വർക്ക്, റിലേഷൻഷിപ്സ്, എന്തെല്ലാം റിലേഷൻസ് ആണ് അമ്മ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കൂട്ടുകാരോട്, അല്ലെങ്കിൽ അയൽപക്കക്കാരോട്, ബന്ധുക്കളോട്, സ്വന്തം മക്കളും കുടുംബവും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരോടും എന്തെല്ലാം രീതിയിലാണ്. ഞാൻ ഓർക്കുന്ന ഒരു തമിഴ് പയ്യൻ, ഒരു നാടോടി പയ്യൻ അവിടെ വീട്ടിൽ വരുമായിരുന്നു പണ്ട്. അവനിങ്ങനെ ഭിക്ഷയാചിച്ച് വരുന്നതാണെങ്കിലും അവന് വേണ്ട ഭക്ഷണമൊക്കെ കൊടുക്കുകയും അവനോട് സംസാരിച്ചിരിക്കുകയും അവൻ്റെ കഥകൾ കേൾക്കുകയും ഒക്കെ ഒരു വൈകാരിക ബന്ധം, ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എനിക്ക് അവിടെ കാണാം. എവിടെയോ ഉള്ളൊരു പയ്യനാണ്. അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവൻ വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന ആ ഒരു രംഗമൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അമ്മ നൽകിയ പാഠങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതൊക്കെ സഹാനുഭൂതി കാണിക്കണം ഉള്ളൊക്കെയുള്ള പാഠങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു. നിങ്ങൾക്കും ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ടാകും എന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത്. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിലും തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അമ്മ ഒരിക്കലും കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല, അല്ലേ? നമ്മൾ എത്ര കുരുത്തക്കേട് കാണിച്ചാലും, ചെറുപ്പത്തിൽ എത്ര കുരുത്തക്കേട് കാണിച്ചാലും അതിനെ മാറ്റിക്കൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന അമ്മ. അപ്പോൾ തീർച്ചയായും ഈ മദേഴ്സ് ഡേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, വന്ന വഴി മറക്കരുത്, അമ്മയെ മറക്കരുത് എന്നുള്ളതാണ്. അമ്മയുടെ സ്ഥാനം, മാനം, അതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് മക്കളായ നമ്മളുടെ കടമ കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ മദേഴ്സ് ഡേ ആചരണം എന്നാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും ഒന്ന് രണ്ട് പേർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം നിങ്ങളുടെ കുട്ടിക്കാലത്തെ അമ്മയുമായിട്ടുള്ള ആ ഒരു അനുഭവം. അതിനുശേഷം നമുക്ക് പാട്ടുകളിലേക്ക് കടക്കാം. ഇന്ന് നമുക്കൊരു 8 മണിയോടുകൂടി പാട്ട് പാടിയിട്ടേ, ആ പാട്ട് കഴിഞ്ഞിട്ട് അവസാനമാക്കാം, എനിക്ക് നേരത്തെ പോകേണ്ടത്. ഓക്കെ പാട്ടുകൾ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സംസാരിച്ചിരിക്കാം കുറച്ച് സമയം കൂടി. എന്നിട്ട് സാറിന് 8 മണിക്ക് ഇറങ്ങേണ്ടത്. നമുക്ക് പാട്ടിലേക്ക് കടക്കാം. ഓക്കെ.
എല്ലാ അമ്മമാരും പാട്ടുകാരാണ് കേട്ടോ. എല്ലാ പാട്ടുകാരും അമ്മയാവണമെന്നില്ല. എല്ലാ പാട്ടുകാരും അമ്മയല്ലെങ്കിലും എല്ലാ അമ്മമാരും പാട്ടുകാരാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഏതമ്മയാണ് ആദ്യം പാടുന്നത്? അല്ലെങ്കിൽ നമുക്ക് പാടാം അല്ലേ? നമുക്ക് പാടി കൊടുക്കുകയാണ് അല്ലേ? ആ ആർക്ക് വേണമെങ്കിലും പാടാം. സ്റ്റാർട്ട് ചെയ്യൂ. ഒരു താരാട്ടുപാട്ട്. ഈ താരാട്ടുപാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായും നമ്മൾ അമ്മയെ ഓർക്കും അല്ലേ? പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. ബാക്കി പാടാൻ കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഞാൻ പാടട്ടെ സാറേ? ഓക്കെ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. നിന്നാലേ പുൽമാടം പൂമേടയായടാ, കണ്ണാ നീ എനിക്കു സാമ്രാജ്യം കൈവന്നെടോ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. താങ്ക് യു സർ. സാറേ പാടട്ടെ? ബാക്കി പാടുകയോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. ഇന്നാലി പുൽമാടം പൂമേടയായടാ, നിന്നാലി പുൽമാടം പൂമേടയായടാ, കണ്ണാടി നീ എനിക്ക് സാമ്രാജ്യം കൈവന്നെടാ, വന്നെടാ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. താങ്ക് യു സർ. ഈ പാട്ട് പാടുമ്പോൾ വളരെ ലയിച്ചാണ് ആ ഒരു അമ്മയങ്ങോ അല്ലേ? അമ്മയുടെ മനസ്സും അല്ലെങ്കിൽ ഹൃദയവും ഒക്കെ കാണാൻ പറ്റും. അത്ര ലയിച്ചാണ് ഈ പാട്ട് പാടുന്നത്. പ്രത്യേകിച്ച് അമ്മമാര് പാടുമ്പോ. ഇനി ആരാ പാടുന്നത്? ഓമന മാം പാടുന്നുണ്ടെങ്കിൽ പഠിക്കൂ. പഠിക്കൂ. പഠിക്കുള്ളൂ. സാറേ ഞാട്ടെ? പാട് പാടും. പാടെടുക്കുന്നില്ലേ? കേൾക്കാം, പഠിക്കുള്ളൂ.
കാണുന്നില്ല. ആരിരാരോ രാരിരോ രാരിരാരോ രാരിരോ പാട്ട് പാടിയുറക്കാം ഞാൻ താമരപ്പൂ പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കാതലേ കരളിന്റെ കാതലേ നിന്നാലി പുൽമാം പൂമേടയാടാ കണ്ണായിനിക്കു സാമ്രാജ്യം വന്നെടാ വന്നെടാ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ കേട്ടു കേട്ടു നീ കരളിന്റെ കാതലേ കരളിന്റെ കാതലേ രാജാവതി നീ ഒരു കാലമോമേ മറക്കായിരുന്നു താതൻ ശ്രീരാമനെ പാടി കരളിന്റെ കാതലേ കരളിന്റെ കാതലേ. താങ്ക് യു സർ. ആ അല്ലേ, അമ്മയുടെ ആ പ്രതീക്ഷയും അല്ലെ സന്തോഷവും ഒക്കെ നമുക്ക് താങ്ക് അതിനകത്ത് യു. കാണാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. ഓക്കെ, താങ്ക് യു. സാറേ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകണം. വേറെ ആരെങ്കിലും പാടണം? ഇല്ല അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഞാനൊന്ന് പാടിക്കട്ടെ. പാടിക്കോളൂ. പാട്ടു പാടിയുറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കാതലേ കരളിന്റെ കാതലേ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കാതലേ കരളിന്റെ കാതലേ നിന്നാലി പുൽമാടം ഓമേടയായടാ നിന്നാലി പുൽമാടം ഓമേടയായടാ കണ്ണാനിക്കു സാമ്രാജ്യം കൈവന്നെടാ വന്നെടാ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങിൻ കരളിന്റെ കാതലേ കരളിന്റെ കാതലേ രാജാവായി തീരും നീ ഒരു കാലമോമനേ രാജാവായി തീരും നീ ഒരു കാലമോമനേ മറക്കാതെ അന്നോദൻ താതൻ ശ്രീരാമനേ രാമനേ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ
കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. താങ്ക് യു. താങ്ക് യു. എന്റെ ഒരു മക്കളെ പാടി ഉറക്കിയിരുന്ന പാട്ടാണ്. ആ Sir, ഒരു ഞാൻ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ പഠിക്കും. ഇനി ആരെക്കൊണ്ടോ? അമ്മയും ജനിക്കുകയാണ് അല്ലെ, സാമ്രാജ്യമാണ് നേടുന്നത് ഒരു കുഞ്ഞ് തീർച്ചയായും വരുമ്പോൾ. തീർച്ചയായും. അത് ആ ഒരു നിർവൃതി അമ്മമാർക്കേ അറിയാൻ പറ്റുള്ളൂ, മറ്റാർക്കും അറിയില്ല. താങ്ക് യു. മനോഹരമായ പാട്ട്. ആരോ കൂടെ പറഞ്ഞായിരുന്നല്ലോ. ഇനി ആരെങ്കിലും ആരോ പാടുന്നു രണ്ട് വരി പാടിക്കോളൂ. പാടാം. പഠിക്കും പഠിക്കും. ഓക്കെ ഓക്കെ. എന്റെ മകൻ ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. തീർച്ചയായും തീർച്ചയായും. പാടും. കൂടെ പാടിക്കോളൂ. ഒന്ന് പാടിക്കൊടു കൂടെ പാടിക്കോ, കൂടെ കുഴപ്പമില്ല. പാടിക്കൊടു കൂടെ പാടിക്കൊടു. ആദിനാഥ് വാ വാ പാട്ട് പാടി വേഗം വാ. ഇത് അമ്മയ്ക്ക് കൊടുക്കുന്ന ട്രിബ്യൂട്ടാണ്. പാടിക്കോളൂ. ഇത് അമ്മൂമ്മക്കുള്ള ട്രിബ്യൂട്ട് ആണ് ആ, സർ. അമ്മൂമ്മ അമ്മൂമ്മക്കുള്ള അവരെ tribute. പാട്ട് പാടി ഉറക്കുന്ന പാട്ടാണ്. യെസ് പാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങാൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ, പാട്ടു പാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങാൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. ഹാപ്പി മദേഴ്സ് ഡേ. ഹാപ്പി മദേഴ്സ് ഡേ. Thank you, thank you. ശരിക്കും അമ്മൂമ്മയ്ക്ക് സങ്കടം വന്നു. അമ്മൂമ്മ കരയുകയും ചെയ്തു. ആരാന്ന് മനസ്സിലായോ? സാറേ ഞാൻ ആദ്യമേ അവിടെ പറയൂ. കുഞ്ഞുവാവേണ്ടാമ അവരെ ഫുള്ള് പാടിയിട്ട് ഒരു ദിവസം ഉണ്ട് സാറേ. ആ മോന് ആദ്യം പാട്ട് പാടി ഉഴക്ക ഉം. ആ, കൂടെ പാടിയ കുഞ്ഞിന്റെ പേരെന്താണ്? കൂടെ പാടിയ രണ്ടുപേരുണ്ട്, രണ്ടുപേര്. രണ്ടുപേര്. ആ, അത് ശരി. ആ, അത് ആദിനാഥ് പാല്. വെരി ഗുഡ്. ആദിനാഥ് ബാലു. ആദിനാഥ് ബാലു. ആ, വെരി ഗുഡ്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പാടണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. വെരി താങ്ക് യു ആ, സർ. താങ്ക് യു. വെൽക്കം വെൽക്കം. കാരണം അമ്മൂമ്മയ്ക്ക് ഭയങ്കര നമുക്ക് ഇഷ്ടമായി. അമ്മൂമ്മയുടെ മുഖം നോക്കി. അതെ, ഞങ്ങൾക്കും ഇഷ്ടമായി കേട്ടോ, കുട്ടികൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ. താങ്ക് യു. ഓക്കെ, ഇനിയിപ്പോ ആരും അടുത്ത പാട്ടി പോവാം. യെസ്, അംഗ മനസ്സ് അമ്മ മനസ്സ്. സാറിന്റെ സെലക്ഷൻ അടിപൊളിയായി കേട്ടോ, ആദ്യത്തെ പാട്ട്. ശരി. ഉം, എല്ലാവർക്കും പാടാൻ പറ്റുന്നുണ്ട്. അതെ അതെ. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈകിടാവ് ഓടിപ്പാവുടുത്ത് കളിത്താലവുമായി വിഷു കൈ നീട്ടവൻ കയ്യിൽ എന്റെ രണ്ടും നിലയും ഞാൻ തൊഴുതു കാലിൽ തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. ഓക്കെ, പഠിക്കും. സിന്ദൂര പൊട്ട് തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. ആ, അറിയാവുന്നൊരു പാടിക്കോളൂ. ആ, നാല് ശരി. പേര് ചെയ്യാം. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ് കോടിപ്പാവുടുത്ത് കണിത്താലവുമായി
വിഷുക്കൈ നേട്ടമൻ കയ്യിൽ തരുമ്പോൾ എൻ്റെ മിഴി രണ്ടും നിറയും. ഞാൻ തൊഴുതു കാലിൽ വീഴും തങ്ക മനസ്സ് അമ്മ മനസ്സ്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ. അമ്മയുടെ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. സ്വർണത്തിന് ഇപ്പൊ എന്ത് വിലയല്ലേ, അതിനേക്കാളും വിലയാണ് തങ്കത്തിന്. അതുകൊണ്ടാണ് തങ്ക മനസ്സ് എന്ന് പറയുന്നത്. അമ്മയുടെ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഒരു ഡിവിനിറ്റിയാണ്. അമ്മയാകുക എന്ന് പറയുന്നത് തന്നെ ഒരു ഡിവൈൻ പ്രോസസ്, ഡിവിനിറ്റി, ദിവ്യത്വം കൽപ്പിക്കുന്നു എന്നുള്ളത്. കോടിപ്പാവുടുത്ത് കണിത്താലവുമായി വിഷു കൈ നീട്ടമൻ കയ്യിൽ തരുമ്പോൾ എൻ്റെ മിഴി രണ്ടും നിറയും. ഞാൻ തൊഴുതു കാലിൽ വീഴും തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. ഈ തിരുമുമ്പിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്. അത്ര നിഷ്കളങ്കതയാണ്. അമ്പാടി പൈക്കിടാവിനെ പോലെ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞിനെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, താങ്ക് യു. പഠിക്കോളൂ. ഹലോ സർ, ഈ കാണിക്കുന്നതേ പാടാവോ? വേറെ ഏതെങ്കിലും പാടാവോ അമ്മയുടെ പാട്ട്? പിന്നെന്താ, പാടാം. പഠിക്കോ. ഞാൻ ഏതാന്ന് പറഞ്ഞേ, പാട്ട് പറയൂ. അമ്മേ അമ്മേ, ആ ഒരു പാട്ടില്ലേ? അത് തന്നെ. അമ്മേ അമ്മേ അവിടുത്തെ മുന്നിൽ ഞാനാര്, ദൈവമാര്. അമ്മേ അമ്മേ ആദിയിൽ മാനവും ഭൂമിയും തീർത്തത് ദൈവമായിരിക്കാം. ആറാം നാളിൽ മനുഷ്യനെ തീർത്തതും ദൈവമായിരിക്കാം. ആ ദൈവത്തെ പെറ്റു വളർത്തിയതമ്മയല്ലേ അമ്മ. ആ ദൈവത്തെ മുലപ്പാലൂട്ടിയതമ്മയല്ലേ അമ്മ. അമ്മേ അമ്മേ. കഴിഞ്ഞു. അമ്മയെ ഓർത്തു. അതെ, അമ്മയെ ഓർക്കേണ്ട ദിവസമാണ് ഇന്ന്. ഓർമ്മയിൽ വേണം. വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? വയലാറിന്റെ രചനയാണ്. വയലാർ അമ്മയോട് ചോദിച്ചതായിരിക്കാം ഇത്, അല്ലേ? ആ ദൈവത്തെ പെറ്റു വളർത്തിയതമ്മയല്ലോ അമ്മ. ആ ദൈവത്തെ മുലപ്പാലൂട്ടിയതമ്മയല്ലോ അമ്മ. അമ്മേ അമ്മേ അവിടുത്തെ മുമ്പിൽ ഞാനാര്, ദൈവമാര്. അമ്മേ. ആദിയിൽ മാനവും ഭൂമിയും തീർത്തത് ദൈവമായിരിക്കാം. ആറാം നാളിൽ മനുഷ്യനെ തീർത്തതും ദൈവമായിരിക്കാം. ആ ദൈവത്തെ പെറ്റു വളർത്തിയത് അമ്മയല്ലോ അമ്മ. ആ ദൈവത്തെ മുലപ്പാലൂട്ടിയത് അമ്മയല്ലോ അമ്മ. അപ്പോ വയലാറിന്റെ മാതൃസ്നേഹം വളരെ പ്രശസ്തമാണ്. അമ്മ കഴിഞ്ഞേ ഉള്ളൂ വയലാറിന് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തിനും ഏതിനും അമ്മയുടെ അനുഗ്രഹവും അനുവാദവും വയലാറിന്റെ ആ ഒരു ജ്വലിക്കുന്ന മാതൃസ്നേഹത്തിന് മുമ്പിൽ നമുക്ക് നമിക്കാം. നമുക്കും അമ്മയെ ഓർക്കാം. താങ്ക് യു. മറ്റൊരു പാട്ട് എം ജയചന്ദ്രന്റെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ട്. പഠിക്കോളൂ.
അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവയിൽ പാടത്ത് കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പാർവണങ്ങൾ പടിവാതിൽ ചാരുമൊരു മനസ്സിൻ നടവഴിയിൽ രാത്രി നേരമൊരു യാത്ര പോയ നിഴലെവിടെ വിളി കേൾക്കാൻ. അമ്മേ സ്വയമെരിയാനൊരു മന്ത്രദീക്ഷ തരുമോ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ഇടയ്ക്ക് തെറ്റിപ്പോയി സാറേ. അല്ല, അതൊന്നുമില്ല. പാട്ട് നമ്മളെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന പാട്ടാണല്ലേ. അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു, കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ എത്ര മനോഹരമായ ഹൃദ്യമായ വരികൾ. യെസ്, നന്നായിട്ട് പാടി, കുഴപ്പമില്ല. നമ്മുടെ പ്ലാറ്റ്ഫോമില് അടുത്തതാരാ പാടുന്നത്? അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവേൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകുടിൽ ഞാൻ പിടഞ്ഞു. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു. താങ്ക് യു സർ. പാടിക്കോളൂ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ഓക്കെ, സാബു സാറേ, അടുത്തതിലേക്ക് പോവാം. അടുത്ത പാട്ടാണ് അല്ലേ? ആ. അടുത്ത പാട്ട് ഒരു തമിഴ് പാട്ടാണേ. അമ്മ എൻ്റെ ഇഴയ്ക്കാതെ ഉയിരില്ലയേ, അമ്മയെ വണങ്ങാതെ ഉയിരില്ലയേ. ഓക്കെ, പാടൂ ഒരു പാട്ട്. ആ 4 വരിയെങ്കിലും പാടിയാൽ നന്നായിരിക്കും. പാടിക്കോളൂ. അമ്മ എൻ്റെ അழைക്കാതെ ഉയിരില്ലയേ, അമ്മാவை வணங்காதே உயர்வில்லையே. நேரில் நின்று பேசும் தெய்வம் பெற்ற தாயன்றி வேற
അമ്മ എൻ്റെ അഴയ്ക്കാതെ ഉയിരില്ലയേ. അമ്മേ എന്നു വിളിച്ചു കരയാത്ത ജീവനില്ല, വണങ്ങാതെ ഉയർച്ചയുമില്ല. നേരിട്ടു സംസാരിക്കുന്ന ഏകദൈവം മാതാവല്ലാതെ മറ്റാരും. അതാണ് 4 വരിയുടെ അർത്ഥമാണ് അല്ലേ? അർത്ഥം. അതിന്റെ അതെ വിവർത്തനം. 4 വരിയുടെ അർത്ഥം. അമ്മ എൻ്റെ അഴയ്ക്കാതെ ഉയിരില്ലയേ, അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയേ. യേശു അറിയില്ല. അപ്പൊ അതിന്റെ അർത്ഥവും കൂടി ഇട്ടത് നന്നായി കേട്ടോ സാറേ. അപ്പൊ അമ്മയെന്ന് വിളിച്ച് കരയാത്ത മനുഷ്യരില്ല അല്ലേ? ആരുമില്ല. എന്തായാലും ഇപ്പൊ നമ്മുടെ ഒരു കാല് തട്ടിയാൽ തന്നെ നമ്മൾ ആദ്യം വിളിക്കുന്നത് എൻ്റെ അമ്മയെന്നല്ലേ അല്ലേ? അപ്പൊ അമ്മയെ വിളിച്ച് കരയാത്ത ജീവൻ ഒന്നുമില്ല, ഒരു ജീവനും ഇല്ല എന്നുള്ളതാണ്. ജീവജാലങ്ങൾ മറ്റേ ജീവിവർഗങ്ങളൊന്നും. സസ്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, മറ്റു ജീവികളൊക്കെ വിളിക്കുമായിരിക്കാം. അമ്മയെ വണങ്ങാതെ അല്ലെങ്കിൽ ഉയർച്ചയും ഇല്ല. നേരിട്ട് സംസാരിക്കുന്ന ഏക ദൈവമാണ് അമ്മ. അമ്മയല്ലാതെ മറ്റാര് എന്നാണ് ചോദ്യം. ഓക്കെ, അടുത്ത പാട്ടിൽ പോവാം. യെസ്. അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ? അതൊന്ന് ഇടാവോ സർ? നോക്കട്ടെ. ആ. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? നേരത്തെ പറഞ്ഞാണോ? അത് ഞാനൊന്ന് സംസാരിച്ചപ്പോ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, പാടിയില്ല. അത് എടുത്തില്ല, ഒറ്റ സെക്കൻഡ് ഞാൻ പെട്ടു. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ, കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ, കാണപ്പെടുന്നതാം ദൈവമല്ലേ അമ്മേ, അമ്മേ, അമ്മേ. സകലതും മറക്കും കോടതിയമ്മ, സത്യപ്രഭതൻ സന്നിധിയമ്മ, സ്നേഹസാരം നീ തന്നെയല്ലേ, സ്നേഹസാരം നിൻ പ്രാണനല്ലേ അമ്മേ, അമ്മേ, അമ്മേ. ഇത് ശ്രീകുമാരൻ തമ്പിയുടെ രചനയാണ്. ബാബുരാജ്, MS ബാബുരാജിന്റെ സംഗീതം. നമ്മുടെ P ജയചന്ദ്രനാണ് വളരെ മനോഹരമായിട്ട് ആലപിച്ചിട്ടുള്ളത്. സംഭവാമി യുഗേ യുഗേ എന്ന സിനിമയിൽ. ഓക്കെ, അടുത്തതിലേക്ക് പോയിക്കോളൂ. ഓക്കെ, അടുത്ത പാട്ട്. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, അങ്ങനെ ഒരു പാട്ടല്ലേ? താമരക്കണ്ണൻ പറഞ്ഞാണ്. താമരക്കണ്ണൻ, അതായിക്കോട്ടെ. അതായിക്കോട്ടെ, എല്ലാവർക്കും പാടാൻ പഠിക്കും, അമ്മമാരൊക്കെ പഠിക്കും. അതെ. താമരക്കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം, അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്കു തണലായി മാറേണം, അമ്പിളി മാമന്റെ കൊമ്പല്ല കൊമ്പനെ കയ്യിലെടുക്കേണം, താമരക്കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. താങ്ക് യു. അടുത്തയാള് പാടിക്കോളൂ. 4 വരി പാടാം. താമരക്കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം, അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്ക് തണലായി
മാറേണം അമ്പിളി മാമന്റെ കൊമ്പില്ല കമ്പന് കയ്യിലെടുക്കേണം താമരക്കണ്ണനുറങ്ങേണം കണ്ണും കൂട്ടിയുറങ്ങേണം. താങ്ക് യു. താങ്ക് യു. ഓമന മാഡം പഠിച്ചു. ആ ഉറങ്ങേണം കണ്ണും പൂട്ടിയുറങ്ങേണം വളരെ അമ്മയ്ക്കു തണലായി മാറേണം അമ്പിളി മാമന്റെ കൊമ്പില കൊമ്പേനെ കയ്യിലെടുക്കേണം കണ്ണും കൂട്ടിയുറങ്ങേണം ഉയർന്നു വളരണം കണ്ണൂരണ്ടും തെളിയണം. താങ്ക് യു സാർ. ജോഷി സാറൊക്കെ ഇല്ലേ? വേറെ ആരും പാടിയവര് സാറേ തന്നെയാണല്ലോ. ഇല്ല. ഞാനൊരു ഇല്ല. 4 വരി പാടിക്കോട്ടെ സാർ. ആ പഠിക്കല്ലോ. താമരക്കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടിയുറങ്ങേണം അച്ഛനെ പോലെ വളരേണം അമ്മയ്ക്ക് തണലായി മാറേണം അമ്പിളി മാമന്റെ കൊമ്പില കൊമ്പനെ കയ്യിലെടുക്കേണം താമരക്കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടിയുറങ്ങേണം അച്ഛനെ പോലെ വളരേണം അമ്മയ്ക്ക് തണലായി മാറേണം അമ്പിളി മാമന്റെ കൊമ്പില കൊമ്പനെ കയ്യിലെടുക്കേണം രാരീരം രാരീരം രാരാരോ ആരീരാരീരാരോ. താങ്ക് യു. താങ്ക് യു. നന്നായി പാടി. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറേ 8 മണിയായി. അപ്പൊ എനിക്ക് പുറത്തിറങ്ങും. അപ്പൊ സാർ ഇനിയിപ്പോ നമുക്ക് പാട്ട് നിർത്തിച്ച് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പോട്ടെ. അതെ 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 അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകള്, അതുപോലെ തന്നെ തീർച്ചയായും അമ്മ കൂടെയുള്ളവർക്ക് പ്രത്യേകം ഇന്ന് നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ ചെയ്യാവുന്നതാണ്. ഇന്ന് മാത്രമല്ല, ഇന്ന് പ്രത്യേകം ഒരു ഓർമ്മ പങ്കുവയ്ക്കാം. അപ്പൊ അതിനുള്ള അവസരമാണ്. ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ഹോസ്റ്റ് ആക്കുവാണേ. സാറ് കംപ്ലീറ്റ് നോക്കും. ഓക്കെ. ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ എൻ്റെ പഴയ 1-2 ഓർമ്മകൾ ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞുകാലത്തൊക്കെ അമ്മയോടൊപ്പമായിരുന്നു ഞാൻ എന്ന് പറയാം. രാവിലെ പാല് കറന്ന് എന്നെ ഏൽപ്പിക്കും. പശു ഉണ്ടെന്നെ. അപ്പം അത് ചെറിയ കുപ്പികളിലാക്കി വിതരണം ചെയ്യുന്ന ജോലി എനിക്കായിരുന്നു. അപ്പോൾ അന്ന് മുതലേ കുഞ്ഞുനാൾ മുതൽ അമ്മയോടൊപ്പം ആയിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു. അതൊരു എന്താ പറയുക, ഗൃഹാതുരത്വമോ അങ്ങനെയല്ല, അതിലപ്പുറമാണ് ആ ഓർമ്മകൾ നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അമ്മയിൽ നിന്നാണ് പഠിക്കുന്നത്. എങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം, എങ്ങനെ ഒരു ഗ്രൂപ്പിന് വേണ്ടി സ്വയം നോക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവർ കൂടി പരിഗണിച്ചു കൊണ്ടുപോകുന്ന ഒരു ജീവിത ശൈലി, തൻ്റെ ആവശ്യങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിക്കുന്ന ആ ഒരു സ്നേഹമൊക്കെ അമ്മയിൽ നിന്നല്ലാതെ വേറെ ആരും അതൊക്കെ ഒത്തിരി അനുഭവിച്ചു. നമ്മൾ ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ്. ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഉള്ള കാലമാണ്. അന്നൊക്കെ മറ്റ് കുഞ്ഞുങ്ങളെ അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുന്നതിന് മാത്രമാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. ചിലപ്പോൾ പട്ടിണി കിടന്നൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ്.
ഓക്കെ. നിങ്ങൾക്കും ഓർമ്മകൾ പങ്കുവെക്കാം കേട്ടോ. സർ എനിക്ക് പറയാമോ? പറയാം, തീർച്ചയായിട്ടും എല്ലാവർക്കും പറയാം. എന്റെ പേര് റോഷ്നി എന്നാണ്. അപ്പൊ എന്റെ അമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ എന്റെ അമ്മയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്റെ അമ്മ. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഇതാണ്, എനിക്ക് എന്തും അമ്മയോട് പോയി പറയാം. എനിക്കിപ്പോ വളർന്നു വരുമ്പോ നമുക്ക് ഒരാളെ ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ എനിക്ക് അമ്മയോട് ഓപ്പൺ ആയി പറയാം. എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മക്കളെ വളർത്തുമ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുട്ടികളോട് ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക. അപ്പൊ കുട്ടികൾ നമ്മളിൽ നിന്നൊന്നും മറച്ചു വെക്കില്ല. പക്ഷെ ഇപ്പൊ മൊബൈലിന്റെ ഇത് കാരണം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ അമ്മ എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ അത് എനിക്ക് ഭയങ്കര സക്സസ്ഫുൾ ആയ ഒരു ഇതാണ്. കാരണം എനിക്ക് പേടിയില്ല, എനിക്ക് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് വേറൊരു ഫ്രണ്ടിനെ തപ്പി പോകേണ്ട ആവശ്യം. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഞാൻ എല്ലാം ഓപ്പൺ അപ്പ് ചെയ്യുന്ന എന്റെ അമ്മയുടെ അടുത്താണ്. എന്റെ അമ്മ എനിക്ക് ആ സ്പേസ് തന്നതുകൊണ്ടാണ്. അപ്പൊ ഞാനൊരു കുഞ്ഞായിരിക്കുമ്പോ എന്റെ അമ്മ എന്നെ അച്ഛനും അമ്മയും കൂടി പുതിയ ഷൂ വാങ്ങിത്തരും, സോക്സ്, ഷൂ ഇട്ട്, ഡ്രസ് ഇട്ട്, അങ്ങനെ നമ്മളെ വളർത്തി കൊണ്ടുവന്ന് നമ്മളെ പഠിത്തം, നല്ല പഠിത്തം, അങ്ങനെയൊക്കെ അവര് കൊണ്ടുപോയി. അപ്പൊ നമ്മള് വലുതായി കഴിയുമ്പോ നമ്മള് തിരിച്ച് വരുന്നു. നമ്മളൊരു എന്താ പറയാ, ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റിൽ ആയി കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ അമ്മയെ അതുപോലെ, അമ്മ നല്ല സാരി ഉടുത്ത് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ചെരുപ്പിടുന്നുണ്ടോ, അങ്ങനെ നമ്മൾ തിരിച്ചത് തീർച്ചയായിട്ടും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചിലപ്പോ മറന്നു പോകും. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് എന്റെ അമ്മ അങ്ങനെ, ഞാൻ എന്റെ അമ്മയെ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളാ. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിരിച്ചു നൽകാനുള്ള ഒരു അവസരമാണ് അമ്മയെ. തീർച്ചയായിട്ടും അവരെ കുഞ്ഞുങ്ങളെ പോലെ നമ്മൾ ഇപ്പൊ നോക്കേണ്ട ഒരു. അതായത് ഇപ്പൊ ചെറിയൊരു കാര്യം പറയണെങ്കിൽ, ഓഫീസിൽ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ എന്റെ അമ്മ ചോറ്റുപാത്രത്തില് കഴിക്കാതെ എടുത്തോണ്ട് വരും ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ, വീട്ടിലിരുന്ന് ഷെയർ ചെയ്ത്. അപ്പൊ ഞാനിപ്പോ അതുപോലെയാ. ഇംഗ്ലണ്ടിലാണെങ്കിൽ പോലും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പൊതിഞ്ഞ് എന്റെ മക്കൾക്ക് കൊണ്ടുവരും. എന്റെ അമ്മ പഠിപ്പിച്ചതാ അത്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ചെറിയ കുഞ്ഞു ഓർമ്മകളും നമ്മളുടെ മക്കൾക്കും നമ്മൾ കഷ്ടപ്പാടൊക്കെ എല്ലാം അറിയിച്ച് തന്നെ വളർത്തണം സർ. കുട്ടികളുടെ അടുത്ത് മറച്ചു വെച്ചിട്ട് വളർത്തരുത്. കുട്ടികൾ അറിഞ്ഞു വളരണം എന്നാണ് എന്റെ ഒരു ഇതിൽ നിന്ന് ഞാൻ പഠിച്ചത്. അപ്പൊ ആ കുട്ടികൾക്ക് അത്, എന്റെ മക്കൾക്കും ഞാൻ എങ്ങനെയാ പറഞ്ഞു, ഞാൻ ധാരാളിത്തത്തിൽ വളർത്തരുത് എന്നാണ് എന്റെ ഒരു ഇത്. താങ്ക് യു സർ. നല്ലൊരു പേരന്റിങ് കിട്ടി എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇന്നത്തെ കുട്ടികളില് ആർക്കൊക്കെ പറയാൻ പറ്റും അമ്മയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ അച്ഛനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ. അങ്ങനെ പറയിപ്പിക്കണം. അങ്ങനെ പറയുന്ന ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പേരൻസ് ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് അമ്മമാര് നമ്മള് കുട്ടികള് സ്കൂളിൽ നിന്ന് വന്ന് കുളിപ്പിക്കുന്ന സമയത്താണ്, കൊച്ചു കുട്ടികളായിരിക്കുമ്പോ കുളിപ്പിക്കുമ്പോ മോളെ ഇന്ന് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ്, അപ്പൊ നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്യാം. ഇപ്പൊ ഒക്കെ ചൈൽഡ് അബ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, സംസാരമില്ല, എല്ലാരും ബിസിയാണ്, അവരുടെ ലോകത്തിൽ ബിസിയാണ്, ജോലി കൊണ്ടായിരിക്കാം. പക്ഷെ സ്റ്റിൽ നമ്മളുടെ കുട്ടികളുടെ അടുത്ത് നമ്മൾ കുറച്ചു നേരം, നമ്മുടെ വീട്ടിലാണെങ്കിൽ അച്ഛൻ സ്ട്രിക്റ്റ് ആണ്, ഡൈനിങ് ടേബിളിൽ എല്ലാരും ഇരുന്നാൽ മാത്രമേ അച്ഛൻ കഴിക്കാൻ വേണ്ടി ഇരിക്കത്തുള്ളൂ. അത് നിർബന്ധമാണ്. നമ്മൾ കുഞ്ഞു വീടായിരുന്നപ്പോൾ പോലും ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 4 പേര് ഒരുമിച്ചിരുന്നാൽ മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പോഴും ഞാനും വീട് വാങ്ങിയപ്പോ ഫസ്റ്റ് വാങ്ങിയ ഒരു പീസ് ഓഫ് ഇത് ഡൈനിങ് ടേബിൾ ആണ്. അവിടെയാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. കാരണം ഫാമിലി എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോ ഇമ്പം വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇരുന്ന് സംസാരിക്കണം, എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഫാമിലിയിൽ എല്ലാവരും അറിയണം എന്താണ് നടക്കുന്നത്, ആർക്കെങ്കിലും വിഷമമുണ്ടോ. അപ്പൊ അങ്ങനെയാണ് സർ. താങ്ക് യു വെരി മച്ച്. നല്ല ഒരു ഷെയറിംഗ് ആണ് നൽകിയത്. അപ്പോ താങ്ക് യു റോഷ്നി മാഡം. ഇത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ആ കുട്ടികൾ അവിടെ ഉണ്ട്. ദേ ആർ ഓൾസോ ഗെറ്റിംഗ് ഗുഡ് പേരന്റിങ് ഐ സപ്പോസ്. അതാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം, വലിയ അല്ലെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റിയ സമ്മാനം. താങ്ക് യു. അടുത്തത് ആരാണ് പറയുക? നമുക്കൊരു 10 മിനിറ്റ് കൂടി എടുക്കാം. 8:10 ആകുമ്പോഴത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാം. കാല മൊബൈലിലായോണ്ട് എനിക്ക് എല്ലാവരും കാണാൻ അമ്മമാരെന്ന് പറയുമ്പോ സാറേ, രമാവതി മാം പറഞ്ഞോളൂ. അമ്മമാരെന്ന് പറയുമ്പോ ശരിക്കും ത്യാഗം അനുഭവിക്കുന്നവരാണ് സാറേ മക്കൾക്ക് വേണ്ടിയിട്ട്. കാരണം എനിക്ക് തോന്നുന്നു ഒരു 99% അമ്മമാരും അങ്ങനെ ആയിരിക്കും. അത് പറയുമ്പം ചെറുപ്പത്തിൽ ഇപ്പൊ മോള് പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും ശ്രദ്ധിക്കുന്ന മാത്രല്ല സാറേ. എൻ്റെ ഒരു പ്രത്യേകത, എവിടെയെങ്കിലും നമ്മൾ കുടുംബ വീട് ഉണ്ടാവില്ലേ,
ആ കുടുംബ വീട്ടിൽ പോയാൽ ചിലവരെന്ത് ചെയ്യും, എല്ലാ മക്കളെ ഒന്നിച്ച് കിടത്തിയിട്ട് അവരോട് ഇങ്ങനെ കുറെ ഞാനൊരു ടൈം വെച്ചിട്ട് ആ കുട്ടികളെ കുറെ നേരം കിടത്തിയതിന് ശേഷം മോളെ എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തും. അതുപോലെ ട്രെയിനിൽ പോകുമ്പോണ്ടല്ലോ സാറേ, നമ്മൾ ചൈൽഡ് ടിക്കറ്റ് ആകുമ്പോൾ നമുക്ക് വേറെ സീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ മോളെ അടുത്ത് കിടത്തിയിട്ട് ഒരു കാല് എൻ്റെ മേലെ വെക്കും, കുഞ്ഞിന്റെ കാല്, ആരെങ്കിലും കുട്ടീനെ എടുത്ത് കൊണ്ടുപോണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് മോളെ ആയാലും മോനെ ആയാലും ഞാൻ അങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ഇവര് സ്കൂൾ വിട്ട് വന്നാല് വൈകുന്നേരം ചായ ഉണ്ടാക്കി കൊടുക്കുമല്ലോ, അപ്പം നല്ല അടുത്തിരിക്കും ഞാൻ രണ്ടുപേരോടും ചെറുപ്പത്തിൽ. എന്നിട്ട് പറയും എന്താ സ്കൂൾ വിശേഷം പറ. അപ്പൊ ഇവര് തത്ത പറയുന്നാല് പിന്നെ അത് പതിവായി സാറേ കുറെ വർഷങ്ങളോളം. അവർക്കതിങ്ങനെ അത് അമ്മയോട് പോയിട്ട് ഇന്ന് എന്ത് പറയുന്നുള്ള രീതിയിൽ പതിവായിരുന്നു. അപ്പം എന്താ പറയണ്ടേ, ഇപ്പോഴുള്ള കുട്ടികളുടെ സ്ഥിതിയല്ല. ഞാനിപ്പം മോന് ദുർഗയിൽ പഠിച്ചിരുന്നു. അപ്പം ഞാനവിടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം പോയിട്ടാകുമ്പോൾ അവൻ ഇങ്ങോട്ട് പറയാം, അടുത്ത് വന്നിട്ട്, മമ്മി ചിലപ്പോ എന്നെ HM ഒരു ദിവസം ഐസ് തിന്നുമ്പോ പിടിച്ചായിരുന്നു, എന്തെങ്കിലും പറഞ്ഞാ മമ്മി പറയണം, അവനിങ്ങനെ അറിയാതെ ഒരു പ്രാവശ്യം മാത്രം തിന്നു പോയതാണെന്ന്. അപ്പൊ അത്രയും ഓരോ കാര്യത്തിലും ശ്രദ്ധിക്കുമായിരുന്നു സാറേ. അത് പറയുമ്പോ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും പണ്ടത്തെ അമ്മമാര് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാം ഭർത്താവിനും മക്കൾക്കെല്ലാം കൊടുത്തിട്ട് അവർക്കൊന്നും ഉണ്ടാവില്ല സാറേ. അവർക്കൊന്നും ഉണ്ടാവില്ല. അന്നേരം അവര് പറയൂല ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലാന്നോ, അല്ലെങ്കിൽ ഞാൻ കഞ്ഞിവെള്ളം മാത്രമേ കുടിച്ചിട്ടില്ല എന്ന് പറയില്ല. അതുപോലെ തന്നെ ഇന്ന് ഇങ്ങനെയുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് SSLCന്റെ 50ാം വാർഷികമായിരുന്നു. അപ്പൊ ഞാനൊരു ഏകാഭിനയം അവിടെ കാഴ്ചവെച്ചത്. അപ്പം ഏകാഭിനയത്തിൽ എന്റെ തീം എന്തെന്ന് പറഞ്ഞാല്, ആദ്യം ഈ ഒരു ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഇങ്ങനെ നമുക്ക് പോണ്ടേ, നിങ്ങളെല്ലാം റെഡിയാണോ നീയും ഭർത്താവൊക്കെ. അപ്പൊ അവള് പറയാണ്, അപ്പൊ അവളുടെ അമ്മ എന്റെ കൂട്ടുകാരി എന്നുള്ള രീതിയിൽ അവള് പറയാണ്, അമ്മ വരുന്നില്ല. ഞാൻ ചോദിച്ചു ഇന്നലെയും കൂടി പറഞ്ഞല്ലോ നിന്റെ അമ്മ വരുന്നുണ്ട് ടൂറിന്. അപ്പൊ പറഞ്ഞു ഇല്ല, അത് പട്ടീനെ കൊണ്ടുപോകണം, അതുകൊണ്ട് അമ്മേനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ആദ്യത്തത്. അതിൽ തന്നെ കുറച്ചും കൂടി ഇതായിട്ട് പിന്നെ മോനും ഭാര്യയും പർച്ചേസിന് എന്തോ പോയി, രാവിലെ തന്നെ എന്തോ വാങ്ങിക്കാൻ പോവാണ് തിരക്കില്ല. അപ്പം കുട്ടീനെ വാനിൽ വിട്ടു, ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടീനെ. അപ്പം മോനെ നീ എന്താ വരാതെന്ന് പറയുമ്പോ സ്കൂളിൽ പോണ്ട, കാരണം അവനോട് ഞാൻ പറഞ്ഞതല്ലേ, അവളെ വാനിൽ വിട്ടു, നിങ്ങൾ എന്തിനാ വീണ്ടും വിഷമിപ്പിക്കാൻ അവളെ അടുത്ത് പോകുന്ന പറയുമ്പോ, അല്ലമ്മേ സ്കൂളില്. അപ്പോഴത്തേക്ക് കുട്ടീനെ +2 പഠിക്കുന്ന ഒരു കുട്ടി വാനിന്ന് ഇറക്കിയിട്ട് ആർക്കോ കാഴ്ച വെക്കാൻ കൊണ്ടുപോയിട്ട് ആ കുട്ടീനെ ഇതായിട്ട് അവർ പറയാണ് വരാന്തയിൽ കൊണ്ടിട്ടിട്ട് അവളെ ഉടുപ്പെല്ലാം വലിച്ചു കയറി. അപ്പൊ ഞാൻ പറഞ്ഞു എവിടുന്നെങ്കിലും ഒരു ഉടുപ്പ് സംഘടിപ്പിച്ച് കൊടുക്കുമോ നോക്കുന്നെല്ലാം പറഞ്ഞു. ആ കഥയെല്ലാം പറഞ്ഞിട്ടാകുമ്പോ പിന്നെ ഞാനിങ്ങനെ TV-യിൽ കാണുന്ന പോലെ, അയ്യോ TV-യിൽ എന്താ കാണുന്നു പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ രണ്ടാമത്തെ മോൻ പാകിസ്ഥാന്റെ വെടിയേറ്റിട്ട് മരിച്ചതാണ് TV-യിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്ന പേര്. അപ്പൊ അങ്ങനെയുള്ള 2-3 തീമാണ് ഇന്ന് അമ്മ ഇങ്ങനെയുള്ള ദിവസത്തിൽ ഞാൻ കാഴ്ചവെച്ചത് അവർക്ക് എല്ലാവർക്കും. സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നല്ലേ? സ്റ്റേജിലായിരുന്നു സാറേ. ഏതായാലും അമ്മ എന്നുള്ള ഒരു സംഭവം എന്താ പറയണ്ട, അത് സാറേ ഈ എൻ്റെ അമ്മ 2004 മരിച്ച സാറേ. ഞാൻ എല്ലാരും പറയുന്ന പോലെ അമ്മക്ക് പകരം വെക്കാൻ ആരുമില്ല സാറേ. അതാണ് ഞങ്ങൾ വിചാരിക്കും ചിലപ്പോ അളയമ്മയുണ്ട്, അമ്മയുടെ ചേച്ചിയൊക്കെ ഉണ്ട്, പക്ഷെ പകരം വെക്കാൻ ഈ ലോകത്ത് ആരുമില്ല സാറേ. അത് നമ്മുടെ ഒരു കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം കൂട്ടി നടക്കുന്ന ത്രെഡാണ്. ആ ത്രെഡ് വിട്ടുപോകുന്നത് ഒരു അനുഭവമാണ്. പക്ഷെ നമ്മൾക്ക് അതിനെയൊക്കെ അതിജീവിക്കണം. പക്ഷെ നമ്മൾ സെൽഫ് ഡിപ്പെൻഡന്റും സെൽഫ് റിലയന്റും ഒക്കെ ആയി വരണം, അത് വേറൊരു കാര്യം. എന്നാലും ആ ഒരു ഓർമ്മ എപ്പോഴും, ആ ത്രെഡ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. മടിയിൽ കിടക്കുമ്പോഴും മടിയിൽ കിടക്കുമ്പോഴും മടിത്തട്ടിന്റെ അവിടെ ഇരിക്കുമ്പോഴും ഒന്ന് മുടിയിലെല്ലാം ഇങ്ങനെ തഴുകിയാൽ നമുക്ക് അതാണ് നമ്മുടെ സ്നേഹം. പണ്ടൊക്കെ പേരൻസ് പറയും എനിക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ കാണിച്ചാൽ അവൻ വഷളാവും അല്ലെങ്കിൽ അവൾ വഷളാവും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം, സ്നേഹം കാണിക്കണം. അമ്മയും അച്ഛനും തമ്മിലുള്ള സ്നേഹം കണ്ട് അവർ വളരണം, കണ്ട് ആണ് കുട്ടികൾ പഠിക്കുക എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളതാണ്, അവരോടൊപ്പം സംസാരിക്കും. ഇപ്പൊ അതിന് സമയം കിട്ടാത്തത് ഇപ്പൊ പറഞ്ഞ പോലെ, മാഡം പറഞ്ഞ പോലെ മൊബൈലും അതിന്റെയൊക്കെ അതിപ്രസരമാണ്. അതിനെയൊക്കെ കർശനമായിട്ടും നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. അത് കൊടുക്കാതെ പോയത് കൊണ്ടാണ് ഇന്നത്തെ തലമുറ കുട്ടികൾ ഇങ്ങനെയൊക്കെ വളരെ വഴിതെറ്റി പോവുകയും ലക്ഷ്യബോധമില്ലാതൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരാൾക്ക് കൂടി നമുക്ക് ഷെയർ ചെയ്യാനുള്ള സമയമുണ്ട്. അതിനുശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരാണ്? ആർക്കും ആകാം.
ജ്യോതി സാർ പറയുന്നുണ്ടോ? ജ്യോതികുമാർ സാറ്. സാറ് വല്ലപ്പോഴും കിട്ടുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓർ ബാബു സാർ, ആരെങ്കിലും. എന്നാ ഓമന മാഡം അയക്കോ. ഏതായാലും പറഞ്ഞു പോയി. ഒരാളും കൂടെ ഷെയർ ചെയ്യൂ. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. മ്യൂട്ടാണ്. ആ, ഓമന ടീച്ചറെ മ്യൂട്ടാണ്. ആ, ഇനി പറഞ്ഞു. ഇപ്പോഴും എന്റെ അടുത്താ ഉള്ളത്. എന്റെ അടുത്താ ഉള്ളത്. 90 വയസ്സായി. ഫാമിലിന്റെ കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇനി ഭക്ഷണം കൊടുക്കണം. അത്ര കൊടുത്തില്ല, ഇത് കഴിഞ്ഞിട്ട് കൊടുക്കണം. എല്ലാം ചെയ്തു. പണ്ട് നമ്മള് കുട്ടികളോട് പറയാറില്ലേ മിടുക്കനാ മിടുക്കിന്നൊക്കെ. എന്ന് പറഞ്ഞ പോലെ അമ്മയോട് മിടുക്കിയാണെന്നൊക്കെ പറഞ്ഞ് ഒരു കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയെ കൊടുക്കുക. അതുകൊണ്ട് കൊച്ചുമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും കെട്ടിപ്പിടിച്ച് ഉമ്മക്കൊല്ലം ചെയ്യും. നല്ല ഇഷ്ടമാണ്. രാവിലെ എഴുന്നേറ്റ് മുറ്റത്തെ കൂടെ നടക്കും. അതിനുശേഷം പേപ്പർ വായിക്കും. ഇരുന്ന് നല്ല പേപ്പറെല്ലാം വായിക്കും. ഭയങ്കര നല്ലതാണ്. ഇപ്പൊ അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, മിടുക്കിയാണല്ലോ. 90 വയസ്സുള്ള എന്റേത് 2 ആങ്ങളമാര്. അത് അറിയാത്ത എന്റെ അടുത്ത് വരും. എന്റെ അടുത്ത് തന്നെ പുസ്തകമാക്കുക. നല്ല ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സന്തോഷം, എല്ലാവരും ഷെയർ കാര്യം പറയാനുണ്ടെന്ന് ഒറ്റൊരു കാര്യം. എന്റെ അമ്മ പരമ്പരയും എന്നിട്ട് കുറേ സ്മാർട്ടാണ്. പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തരൂലേ? ഇഷ്ടമാണോ പഴംപൊരി? എന്നമ്മേന്നുള്ള പാട്ടിന് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് അമ്മയുടെ പ്രയോറിറ്റി കേട്ടോ. പ്രയോറിറ്റി, അമ്മമാരുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അവരുടെ ഇഷ്ടങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളും തിരിച്ച് സ്നേഹം നൽകുക. എന്തോ ഓമനയുടെ അമ്മയെന്ന് കാണിക്കും. ഉണ്ണിയപ്പോ അമ്മയെന്ന് കാണണമെന്നാണ് കൂട്ടിക്കൊണ്ടേ. അല്ല, കൂട്ടിക്കൊണ്ട് വരുമോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ഹലോ ജോസഫ് സാർ. നമസ്കാരം. അത് അമ്മ നഷ്ടപ്പെട്ടവർക്കാണ് അമ്മയുടെ ശരിയായ വില അറിയുള്ളൂ. എനിക്ക് ശരിക്കും ഞാനും അതുപോലെ. സാറേ, എന്നമ്മ എന്നുള്ള ഒരു പാട്ടിന് നല്ലൊരു പടം പടം മറ്റേ നമ്മുടെ ഒരു അമ്മ വരുന്നുണ്ട് എന്നല്ലേ പറഞ്ഞേ. അമ്മേനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കാണ് അവർക്ക് വേണ്ടിട്ട്. പടം ഒരമ്മേനെ ഇങ്ങോട്ട് ഇരുത്താൻ വേണ്ടി കൊണ്ടുവരും. ബുദ്ധിമുട്ടായോ ഇല്ലേ? വരുന്നുണ്ടോ? ഇതായിട്ടാ കണ്ടില്ലേ? കണ്ടില്ലല്ലോ. ഇല്ലേ? കാണുന്നില്ല സാർ? ഇപ്പൊ കാണാം. അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് പറഞ്ഞേ. രോഹിണി. രോഹിണി അമ്മ നല്ല മിടുക്കിയാന്ന് ഞങ്ങൾ പറയുമായിരുന്നു കേട്ടോ. അമ്മയെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. രാവിലെ നടക്കും, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യും. ഏറെ സന്തോഷം, ഞങ്ങൾക്ക് എല്ലാം സന്തോഷം. നമുക്ക് ഒരു ലവ് കൊടുക്കാം, റിയാക്ഷനില് ഒരു ലവ് കൊടുക്കാം കേട്ടോ. ഓക്കെ.
ചെയ്യാവുന്നവർക്ക് ചെയ്യാം. അപ്പൊ ഏറെ ഇഷ്ടമായി, സന്തോഷമായി. ആർക്കെങ്കിലും എന്തെങ്കിലും രഘുമണി അമ്മയോട് ചോദിക്കാനുണ്ടോ? അമ്മ ഒരു പാട്ട് പാടട്ടെ, ഇഷ്ടാണോ? അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോവാണ് കേട്ടോ. അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഹേമാവതി മാഡം പാടും. കേട്ടോ, പാട്ട് കേട്ടോ. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ച്, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളൊരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. എന്തു തരാൻ ഇനിയുണ്ടോ കൂടുകൂടെ ചിരിക്കുന്ന പൊൻപാവ. വിശക്കുമ്പോൾ പകരാമോ തയിർക്കാലം തൂകുന്ന തൂവെണ്ണ. എനിക്കെന്റെ ബാല്യമിനി വേണം, എനിക്കെന്റെ സ്നേഹമിനി വേണം. അലയേണമീക്കിനാച്ചിറകിൽ എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ നിനച്ചു. പകൽ മഴയിൽ നനയുന്ന പരലായി തുടിക്കുന്നൊരിള മനസ്സ്, തുഴയാതെ തുഴയുന്ന വാത്സല്യക്കടലിലെ പൂക്കൊതുമ്പ്. ഇനി എന്തു വേണമറിയില്ലല്ലോ, ഇനി എന്തു മോഹമറിയില്ലല്ലോ. വെറുതെ പറന്നു പോയി നിലവ്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ രോഹിണി അമ്മയ്ക്ക് പാട്ട് ഇഷ്ടമാണല്ലോ അല്ലേ? ഒരു താരാട്ട്. അതാ അമ്മയ്ക്ക് വേണ്ടിയായി പാട്ട് പാടുന്നത് കേട്ടോ. താങ്ക് യു അമ്മേ, അമ്മേനെ കാണാൻ പറ്റിയൊരു സന്തോഷം. എല്ലാവർക്കും വളരെ സന്തോഷമായി അമ്മയെ കണ്ടപ്പോ. ഇന്ന് മദേഴ്സ് ഡേ ആണ്, അതിന്റെ ആഘോഷമാണ്. അപ്പൊ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആണ് അമ്മ. അപ്പൊ അമ്മ വന്നതിൽ ഞങ്ങൾക്ക് എല്ലാ സന്തോഷം, ഞങ്ങളുടെ എല്ലാ സ്നേഹവും അറിയിക്കുന്നു. എല്ലാ ബഹുമാനത്തോടും കൂടി മദേഴ്സ് ഡേ. താങ്ക് യു. ജോഷി സാർ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നെന്ന് തോന്നുന്നു. നമുക്ക് ജോഷി സാർ അൺമ്യൂട്ട് ചെയ്യണേ. നമുക്ക് നേരത്തെ നിർത്തണമെന്ന് വിചാരിച്ച് നിർത്താൻ പറ്റുന്നില്ല. എന്താ പറയുക, അമ്മമാരെ കുറിച്ചാണോ പറയുന്നത്? അതെ, അമ്മയെ കുറിച്ചുള്ള ഓർമ്മ. എന്റെ അമ്മയുടെ പേര് അന്നമ്മ എന്നായിരുന്നു. അമ്മ 2001 മരിച്ചു. 2002 എനിക്ക് അസുഖം വരുന്നത്. എന്റെ അസുഖത്തിന് 1 വർഷം മുമ്പ് മരിച്ചു. ഞാൻ അമ്മയുടെ ഏറ്റവും ഇളയ പുത്രനാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെയും അമ്മയോടൊപ്പം കിടന്ന ആളാണ്. 10ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്കൂള് മാറ്റിയപ്പോൾ, കാവാലത്ത് നിന്ന് കോട്ടയത്തിന് മാറപ്പെടേണ്ടി വന്നപ്പോഴാണ് ഞാൻ ആ കൂട്ടുകിടപ്പ് അവസാനിപ്പിച്ചത്. വാസ്തവത്തിൽ എനിക്കത് വളരെ വിഷമകരമായ ഒന്നായിരുന്നു. അതൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, അമ്മയോടുണ്ടായിരുന്നത്. അമ്മ അത്ര വലിയ പ്രഗത്ഭയൊന്നുമല്ല, പക്ഷെ അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു മഹത്തായ പാഠം, ഏതൊരു സാധനം എടുത്താലും അത് എടുത്തിടത്ത് തന്നെ
തിരിച്ചു വയ്ക്കും. ഉം. ഞാനത് നല്ല ശീലങ്ങൾ. വളരെ ഒരു വലിയ പ്രധാനപ്പെട്ട, ഞാൻ എപ്പോഴും അത് ഓർക്കും. ഇന്നിപ്പോ പലപ്പോഴും വീടുകളില് ഇവിടെ ഉൾപ്പെടെ ഈ സാധനങ്ങൾ തപ്പിയാണ് നേരം കളയുന്നത്. സമയം ശരിയാ. ദിവസവും ഉപയോഗമുള്ള സാധനങ്ങൾ പോലും കൃത്യസ്ഥലത്ത് വയ്ക്കാറില്ല. അപ്പൊ അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ വേറെ പല കാര്യങ്ങളുണ്ട്, പിന്നെ വയ്ക്കാം, അത് മറന്നുപോകും. നമുക്ക് എല്ലാവർക്കും തന്നെ അനുഭവമുള്ള, ഞാൻ എപ്പോഴും അത് ഓർക്കും. നമുക്കത് വലിയ നിർബന്ധപൂർവം പറഞ്ഞിരുന്ന ഒരു കാര്യം. പിന്നെന്താണ്, എന്നാൽ ഞാൻ അമ്മയുടെ ചിലപ്പോ ഒക്കെ ചെറിയ തോതിലൊക്കെ വഴക്കൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇല്ലാരിയൊന്നും അതെല്ലാരും ഉണ്ടാവും. അവിടെ സ്വാതന്ത്ര്യമുള്ളൂ. അമ്മയോട് തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്റെ അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു വലിയ മറ്റൊരു സദ്ഗുണം ഞാൻ കണ്ടിരിക്കുന്നത്, ഒരാളോടും അസൂയയില്ല. പക്ഷേ വായിൽ വരുന്നത് ഇഷ്ടപ്പെട്ടില്ലാത്തതാണെങ്കിൽ അത് പറയുക തന്നെ, മറ്റൊന്നും നോക്കാറില്ലായിരുന്നു. പക്ഷെ ഒരാളോടും, അതിപ്പോ നമ്മളെക്കാൾ കുറെ കൂടെ മറ്റൊരു മെച്ചപ്പെട്ടു പോയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും, അതുപോലെ ഒന്നിലും അമ്മയ്ക്ക് ഒരു പരാതിയോ പരിഭവമോ അതിൽ അസൂയയോ അങ്ങനെയുള്ള യാതൊന്നും ഇല്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. പിന്നെ എൻ്റെ അമ്മ ഒരാളെ, ഞങ്ങൾ 5 പിള്ളേരാണ്, 7 പിള്ളേരെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. 2 പേര് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. ഒരാള് 1.5 വയസ്സിലും ഒരാള് 3 വയസ്സിലും. ഒരാള് മിക്കവാറും എല്ലാ വീട്ടിലും ഒരാൾ വെള്ളത്തിൽ പോയി മരിക്കാറുണ്ട്. കാരണം ധാരാളം പിള്ളേരുള്ളപ്പോ ഏതെങ്കിലും ഒരെണ്ണം അങ്ങ് പോകും. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലും എന്റെ നേരെ മൂത്തയാള് വെള്ളത്തിൽ പോയി മരിച്ചതാണ്. പിന്നെ ഒരാളെ ഏറ്റവും മൂത്തയാളിന് തൊട്ട് താഴത്തെയാണ്. ഈ രണ്ടാളുകൾ മരിച്ചു. ഞങ്ങള് പിന്നെ 5 പേരുണ്ടായിരുന്നു. പക്ഷെ ഒരാളുടെ പേര്, 4 ആണും 1 പെണ്ണും. ഇപ്പൊ ആണുങ്ങളിൽ ആരെങ്കിലും ഒരാളുടെ പേര് വിളിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആദ്യം വിളിക്കേണ്ട ആളിന്റെ പേരായിരിക്കില്ല വിളിക്കുക. എല്ലാവരുടെയും പേര് വിളിച്ചാണ് അവസാനമായിരിക്കും ഈ എന്നെയാ വിളിക്കണമെങ്കിൽ ജയിച്ചാൽ അങ്കജ ബാബു, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാൻ കോട്ടയത്തെ അമ്മയുടെ ചേർത്തിയുടെ മകന്റെ കല്യാണത്തിന്, അത് പാറമ്പുഴയാണ്, കോട്ടയത്തിനടുത്ത് പാറകളെല്ലാം ഉള്ള ഒരു സ്ഥലം. അപ്പൊ അവിടുത്തെ കല്യാണത്തിന്, പുള്ളിയുടെ ആ മോന്റെ കല്യാണത്തിന് പോയ അവസരത്തിൽ, അപ്പൊ എനിക്ക് ഏതാണ്ട് ഒരു 2 or 3 വയസ്സ് കട്ടി ഇങ്ങനെ നടക്കുന്ന പ്രായമാണ്. അപ്പൊ അവിടെ ഈ കിണറിന് അരഞ്ഞാണമില്ലാത്ത ഒരു കിണറായിരുന്നു. അപ്പൊ അവിടെ ഒരു പശുവിനെയും കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പശു എന്റെ നേരെ വരുന്നത് പോലെ എനിക്കത് തോന്നി കാണുമായിരിക്കും. ഏതായിരിക്കാം, ഞാൻ അതിന്റെ അവിടുന്ന് ഓടിയ വഴിക്ക് ഈ കിണറ്റിലേക്കാണ് വീണത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇത് അമ്മ കണ്ടോണ്ട് അമ്മ മറ്റൊന്നും ചിന്തിച്ചില്ല. അമ്മ കൂടെ ഏതായാലും അവിടെയും ദൈവകൃപ, 2 ആൾക്കും ഒന്നും പറ്റിയില്ല. അവിടെ ഉള്ള അടുത്തുള്ള ഒരാള് അന്ന് ഏണിയൊക്കെ വെച്ച് ഇറങ്ങി വന്ന് ഞങ്ങളെ 2 ആളെയും രക്ഷിച്ചു. ഞങ്ങള് എല്ലാ അവധിക്കാലത്തും അമ്മയുടെ ചേർത്തിയുടെ വീട്ടിൽ പോകുമായിരുന്നു. അപ്പോഴെല്ലാം ഗോപാലൻ എന്ന് പറഞ്ഞ ഒരാളാണ്, പുള്ളി എപ്പോഴും വരും, ഞാനാണ് രക്ഷിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഏണി കൊണ്ടുവന്ന ആള്. ആ ഒരു സംഭവം എന്റെ ഈ രോഗാവസ്ഥയിൽ ഞാൻ പലപ്പോഴും ഓർക്കും. എന്തിനാണ് എന്റെ ഈ പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ഓർക്കും, എന്നെ എന്തിനാണ് ആ 3-ാം വയസ്സില് ആ കിണറ്റിൽ പോയാൽ തീർന്നു പോകാവുന്നേ ഉള്ളൂ. അതിന്റെ പുറകെ എന്റെ അമ്മ ചാടിയപ്പോ അമ്മ എന്റെ പുറത്തോട്ടാവുന്ന വീഴുന്നെങ്കിലോ. ഏതായാലും ഇതൊന്നും സംഭവിച്ചില്ല. എന്നിട്ട് തന്നെ ഈ 59 വയസ്സിപ്പോഴായി. ഈ 59-ാം വയസ്സിലൂടെ 59 പാസ് ചെയ്തു, 60-ലൂടെയാണ് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും ഈ ക്ലാഷത്തിന്റെ പിന്നിൽ. അങ്ങനെ ഞാൻ ആശിച്ചിട്ടുണ്ട്. അങ്ങനെ എന്റെ
മാർച്ച് താങ്ക് യു. മാസം 6-ാം തീയതി. ഓക്കെ, താങ്ക് യു. ഇതാണ് എന്റെ അമ്മയെ കുറിച്ചുള്ള എന്റെ. അപ്പൊ നമുക്ക് തീർച്ചയായും അമ്മയെ കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം പോരാ. നമുക്ക് ലിമിറ്റഡ് ടൈമാണ് അല്ലേ, ഇഷ്ടം പോലെ പറയാനുണ്ടാവും. ഞാനാണെങ്കിൽ അവിടെ ഇവിടെയും തൊടാതെ 1-2 കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയങ്ങൾ വേണം. പറഞ്ഞാലും തീരാത്ത കഥകളാണ് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ. കഥകളല്ല, സംഭവങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, നമ്മളെ ചേർത്ത് നിർത്തിയ സന്ദർഭങ്ങളൊക്കെ നമുക്ക് തീർച്ചയായും ഓർക്കണം. വന്ന വഴി അല്ലെ, വന്ന വഴി മറക്കുന്നത് കൊണ്ടാണ് പല ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ നടന്ന് കയറുന്നത്. വന്ന വഴി മറക്കാതെ നമുക്ക് ജന്മം തന്ന അമ്മയെ അച്ഛനെയും ഒക്കെ ഓർത്തുകൊണ്ട്, ഫാദേഴ്സ് ഡേ വരുന്നുണ്ട്, ഓർത്തുകൊണ്ട് പോകാൻ ഒരു അവസരം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഇത്രയും പേര് അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അതിലൂടെ നമ്മളൊക്കെ പഠിക്കുകയായി. നമ്മൾ അവരുടെ ആ ഒരു ചെറുപ്പത്തിൽ നമ്മളായിക്കൊണ്ടാണ്. ഇപ്പൊ ജോഷി സാറിന്റെ അനുഭവം പറഞ്ഞപ്പോൾ നമ്മളാണ് അവിടെ ആ ഒരു രംഗം കാണുന്നത്, അനുഭവിക്കുകയും ചെയ്യുകയായി. അതുകൊണ്ട് ഷെയർ ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ മനസ്സിനൊരു കുളിർമ അല്ലേ, ഒരു ആശ്വാസം ഒക്കെ പകരാൻ ഈ ഒരു അവസരം സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഗുഡ് നൈറ്റ്. ഇനി അടുത്ത ഞായറാഴ്ച പാട്ടുവിശേഷത്തിൽ കാണാം. വൈൻഡപ്പ് ചെയ്തോട്ടെ. ഗുഡ് നൈറ്റ് ഓൾ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഒരിക്കൽ കൂടി നന്ദി ശരി പറഞ്ഞുകൊണ്ട് സർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നല്ലൊരു ദിവസം തന്നു സർ. താങ്ക് യു. താങ്ക് യു.